കൊച്ചി ടസ്കേഴ്സ് എന്ന IPL ടീമിനെ കുഴിച്ചുമൂടിയ കേസിലെ ഒന്നാം പ്രതി ലളിത് മോദി ഇന്ത്യൻ പൗരത്വം ഊരിയെറിഞ്ഞു. പാമ്പ് പടം പൊഴിക്കുന്നത് പോലെ ഇന്ത്യൻ പാസ്പോർട്ട് ലണ്ടനിൽ ഏൽപ്പിച്ച് പകരം വനുവാഡോ എന്ന രാജ്യത്തിന്റെ പൗരനായി. ആ രാജ്യത്ത് പോവുക പോലും ചെയ്യാതെ 1.25 കോടി രൂപ കൊടുത്ത് വാങ്ങിച്ച പാസ്പോർട്ടുമായി ലണ്ടനിലൂടെ ആമോദം നടക്കുകയാണ്. 2148 കോടി ഇന്ത്യയിൽ വെട്ടിച്ചു എന്ന് ED കുറ്റപത്രത്തിൽ പറയുന്ന ലളിത് മോദിക്ക് എങ്ങനെയാണ് അനായാസം ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിക്കാനും വനുവാഡോയുടെ പൗരത്വം നേടാനും കഴിഞ്ഞത്? ഇന്ത്യൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മാത്രം എന്തുകൊണ്ടാണ് ലളിത് മോദിയെ കണ്ടെത്താൻ കഴിയാത്തത്? സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. കൊടും ഭീകരനേക്കാൾ ഭീകരനോ ലളിത് മോദി? തീവ്രവാദ പ്രവർത്തനം നടത്തുന്നവർ ചെയ്യുന്ന കുറ്റത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഒളിവിൽ കഴിയുകയാണ് പതിവ്. എന്നാൽ ലളിത് മോദി പൊതുജീവിതം നയിക്കുന്നു എന്ന് മാത്രമല്ല, ഇന്ത്യൻ ഹൈക്കമ്മീഷനിലെത്തി സ്വന്തം പാസ്പോർട്ട് മടക്കി നൽകുകയും ചെയ്തു. ഇന്ത്യയില് ഇത്രയേറെ ക്രിമിനൽ കേസുകളുള്ള ഒരാൾക്ക് എങ്ങനെയാണ് രാജ്യം തന്നെ ഉപേക്ഷിക്കാൻ സാധിക്കുന്നത്? എന്ത് കുറ്റകൃത്യവും ചെയ്ത മറ്റേതെങ്കിലും രാജ്യത്ത് പോയി പൗരത്വം ഉപേക്ഷിക്കാനും പുതിയത് സ്വന്തമാക്കാനും കഴിയുന്നത് എങ്ങനെയാണ്? പൗരത്വം വിറ്റ് കാശ് വാങ്ങുന്ന രാജ്യമാണ് വനുവാഡോ. നികുതി വെട്ടിക്കാൻ മലയാളികളായ സെലിബ്രിറ്റികൾ പോണ്ടിച്ചേരിയിൽ പോയി ആഡംബര കാറുകൾ രജിസ്റ്റർ ചെയ്യുന്നത് പോലെയുള്ള ഒരു പരിപാടിയാണിത്. തെക്കൻ പസഫിക്കിലെ ഓസ്ട്രേലിയയിൽ നിന്ന് 1750 കിലോമീറ്റർ അകലെയുള്ള വനുവാഡോ ഒരു അഗ്നിപർവ്വത രാജ്യമാണ്. ഇപ്പോഴും സജീവമായ അഗ്നിപർവ്വതങ്ങളുള്ള ഒരു ദ്വീപ്. ആകെ 2.25 ലക്ഷം പൗരന്മാരാണ് ഇവിടെയുള്ളത്. പക്ഷേ പൗരത്വ പട്ടിക കേട്ടാൽ നമ്മൾ ഞെട്ടും. കൊച്ചി ടസ്കേഴ്സ് ക്ലബിന്റെ ഉടമസ്ഥതാ തർക്കത്തിലാണ് ലളിത് മോദിയുടെ പൂച്ചു പുറത്തു വന്നത്. ആ മോദി ഇപ്പോൾ പൗരത്വം നേടിയിരിക്കുന്നത് കേരളം പോലുള്ള രാജ്യത്താണ്. തെങ്ങാണ് മുഖ്യ കൃഷി. കൊപ്രയാണ് 65% ജനതയുടെയും വരുമാന മാർഗം. പിന്നെ ആകെയുള്ളത് ഈ മുളകിൽ നിന്നുണ്ടാക്കുന്ന വാറ്റുചാരായമാണ്. ഇത് ജനതയുടെ കാര്യമാണെങ്കിൽ രാജ്യത്തിന്റെ വരുമാനം പൗരത്വ വിൽപ്പനയാണ്. മൊത്തം വരുമാനത്തിന്റെ 35% പൗരത്വം വിറ്റുണ്ടാക്കുന്നതാണ്. ലോകത്തെ കൊടിയ കുറ്റവാളികളിൽ പലരും പൗരത്വമെടുത്ത രാജ്യമാണ് വനുവാഡോ. അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയ സിറിയൻ വ്യവസായി, വത്തിക്കാനെ വഞ്ചിച്ച കേസിലെ പ്രതിയായ ഇറ്റലിക്കാരൻ, ഓസ്ട്രേലിയയിലെ ഗുണ്ടാ സംഘാംഗങ്ങൾ, ദക്ഷിണാഫ്രിക്കയിലെ ക്രിപ്റ്റോ കറൻസി തട്ടിപ്പുകാർ തുടങ്ങിയവരെല്ലാം ഇപ്പോ വനുവാഡോയുടെ പൗരന്മാരാണ്. ഹെല്ലെ പാസ്പോർട്ട് ഇൻഡെക്സ് അനുസരിച്ച് ഏറ്റവും ശക്തമായ പാസ്പോർട്ട് ഉള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ 51 വനുവാഡോയുടെ റാങ്ക്. സൗദിക്ക് 57, ചൈനയ്ക്ക് 59, ഇന്തോനേഷ്യക്ക് 64 എന്നിങ്ങനെ റാങ്ക് ഉള്ളപ്പോൾ ഇന്ത്യ ഏറെ പിന്നിൽ 80-ാം സ്ഥാനത്താണ്. ആകെ 113 രാജ്യങ്ങളാണ് പാസ്പോർട്ട് ഇൻഡെക്സിലുള്ളത്. വനുവാഡോയുടെ പാസ്പോർട്ട് ഉണ്ടെങ്കിൽ 113 രാജ്യങ്ങളിലേക്കാണ് വിസ ഇല്ലാതെ പ്രവേശനം ലഭിക്കുക. പിന്നെ നികുതി പൂജ്യമായ ഒരു രാജ്യവുമാണിത്. 1.25 കോടി രൂപയ്ക്ക് തുല്യമായ തുക അടച്ച് പൗരത്വം നേടിയാൽ വേറെ കാശൊന്നും കൊടുക്കേണ്ടതില്ല. ആ പാസ്പോർട്ട് അനുസരിച്ച് ഫ്രീ വിസയുള്ള ഏതു രാജ്യങ്ങളിലൂടെ വേണമെങ്കിലും സഞ്ചരിക്കാം. ലളിത് മോദിക്കെതിരെ 1 ഡസനോളം കേസുകളാണ് നിലവിലുള്ളത്. ഒന്നുമില്ലായ്മയിൽ നിന്നും വന്ന ലളിത് സ്വന്തമായി വാങ്ങിയ ജെറ്റിലാണ് IPL വേദികളിൽ എത്തിയിരുന്നത്. കൊച്ചി ടസ്കേഴ്സിനും പൂനെ വാരിയേഴ്സിനും IPL അംഗത്വം നൽകാൻ നടത്തിയ നീക്കങ്ങളും ഒടുവിൽ കൊച്ചി ടസ്കേഴ്സ് ഉടമകളെ പുറത്താക്കാൻ നടത്തിയ നീക്കങ്ങളും BCCI അന്വേഷണ കമ്മീഷൻ അക്കമിട്ട് നിരത്തിയതാണ്. ടെലിവിഷൻ അവകാശം നൽകാനായി നടത്തിയ കോടികളുടെ തിരിമറികൾ, നിരതദ്രവ്യം പോലും വാങ്ങാതെ അവകാശം കൈമാറിയത്, BCCI അറിയാതെ കരാറിൽ പുതിയ വ്യവസ്ഥകൾ ചേർത്തത് എന്നിങ്ങനെ നിരവധി കുറ്റങ്ങളാണ് ലളിത് മോദിക്കെതിരെ കണ്ടെത്തിയത്. ഇന്ത്യൻ നിയമവ്യവസ്ഥയെ ഇത്രയേറെ വഞ്ചിച്ച മറ്റൊരു പ്രതിയും ഇല്ല എന്ന് പറയാം. സർക്കാർ സംവിധാനത്തിന്റെ ഭാഗമായി നിന്നായിരുന്നു ഈ തട്ടിപ്പുകളെല്ലാം. BCCI തത്വത്തിൽ ഒരു കമ്പനിയാണെങ്കിലും സർക്കാർ ഏജൻസിയായാണ് പ്രവർത്തനം. വരുമാനം ഈ രാജ്യത്തെ ക്രിക്കറ്റ് പ്രേമികൾ നൽകുന്ന തുകയും സ്പോൺസർഷിപ്പ് കരാറുകളുമാണ്. ശരിക്കും ജനതയുടെ പണമാണ് അമ്മാനമാടിയത്. അങ്ങനെ ഒരാളാണ് നിസ്സാരമായി ഇന്ത്യൻ പൗരത്വം ത്യജിച്ചതും വനുവാഡോയുടെ പൗരനായതും. ലളിത് മോദിയും വിജയ് മല്യയും 1 പതിറ്റാണ്ടായി എങ്ങനെയാണ് വിദേശത്ത് താമസിക്കുന്നത്? 9,000 കോടി രൂപയുടേതാണ് വിജയ് മല്യക്കെതിരായ കേസ്. ഈ കേസ് നടക്കുന്നുവെന്ന് അറിയിക്കാൻ ചില ഹർജികൾ കൊടുക്കുന്ന വാർത്തകൾ വരുന്നതല്ലാതെ ഇരുവരെയും തിരികെ കൊണ്ടുവരാൻ സർക്കാരിന് ഇനിയും സാധിച്ചിട്ടില്ല.
അതിലൊരാൾ ഇപ്പോ ഈ ഇന്ത്യൻ പൗരത്വം തന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു. അങ്ങനെ ഉപേക്ഷിക്കാനുള്ള കത്ത് ലണ്ടനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനിൽ നൽകുകയും ചെയ്തു. സാധാരണക്കാരന് 250 രൂപയുടെ ദിവസക്കൂലി പോലും കിട്ടാത്ത കാലത്താണ് ഇങ്ങനെ 2000 കോടിയും 9000 കോടിയും ഒക്കെ വെട്ടിച്ചവർ വേറെ രാജ്യത്തെ പൗരന്മാരായി സസുഖം വാഴുന്നത്. നമ്മുടെ രാജ്യത്തിന് ഇതിൽ പരം നാണക്കേട് വേറെയുണ്ടോ? സ്പോട്ട്ലൈറ്റിന്റെ മറ്റൊരു വിഷയമായി നാളെ ഇതേ സമയം.